അങ്ങനെ പുതിയൊരു കോംബോ ബിഗ് ബോസ് ഹൗസിൽ. ജബ്രിസ നല്ല രസമുണ്ടല്ലേ? ജാസ്മിൻ, ഗബ്രി, സായി. ഈ സായിക്ക് ഇതെന്ത് പറ്റിയെന്നാണ്. ജാസ്മിൻ്റെയും ഗബ്രിയെയും കൂടെ വാലും പിടിച്ച്. അയ്യേ മോശം. ഇങ്ങനെ ആയിരുന്നിൽ സായി ബിഗ് ബോസിലേക്ക് പോവണ്ടായിരുന്നു. ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഷോ തന്നെ കണ്ട് സഹിക്കാൻ പറ്റാതെ അവർ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോയെങ്കിൽ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ ദാ പുതിയ ഒരാൾ സായി കൂടി അവരുടെ കൂട്ടത്തിൽ. സായിക്ക് ജാസ്മിനെ നല്ല പരിചയമുണ്ടല്ലോ. അതിന് സിംഗിൾ ആയിട്ട് കളിക്കാനല്ലേ ബിഗ് ബോസിലേക്ക് പോകുന്നത്. എന്നിട്ടിപ്പോൾ നോ ഐഡിയ. സായി ചാനലായ സീക്രട്ട് ഏജന്റ് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത് അവരുടെ വൈഫാണ്. അവരുടെ ചാനലിലൂടെ ബിഗ് ബോസ് റിവ്യൂ അവർ ഇടുന്നുണ്ട്. അവർക്ക് പോലും മനസ്സിലാവുന്നില്ല ഭർത്താവിൻ്റെ കളി എങ്ങോട്ടാണെന്ന്. എന്തായാലും അത് അങ്ങനെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. എന്തായാലും സായിക്ക് ബിഗ് ബോസ് പോയതോടെ ഒരുപാട് പുതിയ പേരുകൾ വന്നിട്ടുണ്ട്. ജാസ്മിൻ ഏജന്റ്, സ്നേഹ ഏജന്റ്, വാഴ ഏജന്റ് എന്നൊക്കെ. സായി ബിഗ് ബോസ് പോകുമ്പോൾ സായിയുടെ പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. സായിക്ക് അതിനൊത്തുള്ള പ്രകടനം കാണിക്കാൻ കഴിയുന്നില്ല. വൈൽഡ് കാർഡായി വന്നതിൽ ഇപ്പോൾ ഏറ്റവും നന്നായി പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് DJ സിബിനാണ്. അയ്യോ, ഒരു ടാസ്കിനിടെ സിബിൻ ജാസ്മിൻ്റെ വായ അടപ്പിച്ചു. ആൾ ഒറ്റയ്ക്ക് നിന്നാണ് കളിക്കുന്നത്. വ്യക്തമായ നിലപാടും പറയുന്ന കാര്യങ്ങൾ കൃത്യമായി എത്തിക്കേണ്ട പോലെ എത്തിക്കുന്നുമുണ്ട്. ടാസ്കിനിടെ ജാസ്മിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ യെസ് ഓർ നോ എന്നേ പറയാൻ പറഞ്ഞു സിബിനോട്. സിബിൻ അതിനുള്ള മറുപടി കലക്കി. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, അതിനുള്ള മറുപടി യെസ് ഓർ നോ തരണമോ അതോ എക്സ്പ്ലനേഷൻ തരണമോ എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. സിബിൻ ജാസ്മിനെ വിട്ടുകൊടുത്തില്ല. കുറിക്ക് കൊള്ളുന്ന ഉത്തരങ്ങളാണ് സിബിൻ്റെ വായിൽ നിന്നും വരുന്നത്. ഒരു എക്സലന്റ് ഗെയിമർ. അതുപോലെ നന്ദന. അയ്യോ, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഷീസ് അട്ടർ ഫ്ലോപ്പ്. ആ കുട്ടി എന്താണ് പറയുന്നതെന്ന് കുട്ടിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഒരു ജബ ടൈപ്പ്. എന്നെ ചൊറിഞ്ഞാൽ തിരിച്ചു മാന്തും എന്നൊക്കെ ഡയലോഗ് അടിച്ചതാണ്. എന്നിട്ടിപ്പോൾ ചൊറിയുന്നതും മാന്തുന്നതും ഒക്കെ അവർ തന്നെ. ഇപ്രാവശ്യത്തെ എവിക്ഷനിൽ വന്നതുപോലെ തന്നെ പോയാൽ നന്നായിരുന്നു. പുതിയ 6 ആളുകൾ വന്നപ്പോൾ സൈലന്റ് ആയി പോയ ചിലവരുണ്ട്. റസ്മിൻ, ജിൻഡോ, അർജുൻ ഇവരെ ഒന്നും ഇപ്പോൾ തീരെ കാണുന്നില്ല. അതേപോലെ തന്നെ ജാസ്മിനിൽ നിന്ന് ഇഷ്ടമായ ഒരു കാര്യമുണ്ടായി. അഭിഷേക് ശ്രീകുമാറിനെതിരെ. ഇത്രയും ദിവസം ഈ വീട്ടിൽ കമ്മ്യൂണിറ്റി എന്നൊരു വാക്ക് ആരും പറഞ്ഞിട്ടില്ല. അഭിഷേക് ശ്രീകുമാർ വന്നതിന് ശേഷമാണ് ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന ടോപ്പിക് ഈ വീട്ടിൽ വരുന്നത്. അത് ജാസ്മിൻ അവിടെ തുറന്നു പറഞ്ഞത് അപ്രീഷിയേറ്റബിൾ ആണ്. അതേപോലെ തന്നെ അപ്സര പവർ ടീമിൽ വന്നത് അൻസിബയ്ക്ക് തീരെ ദഹിച്ചിട്ടില്ല. കാരണം വേറെയൊന്നുമല്ല, അവർ മൊത്തത്തിൽ അതുകൊണ്ട് തന്നെ അപ്സര എന്ത് പണി പറഞ്ഞാലും അത് ചെയ്യാൻ അൻസിബ തയ്യാറാവുന്നില്ല. അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നടന്നു വരികയാണ്. അൻസിബ അമ്പിനും വില്ലിനും അടുക്കാത്ത പോലെയാണ് കാണിക്കുന്നത്. ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.